ഹലോ ഗൈസ്, ഞങ്ങൾ ഈ വെളുപ്പാങ്കാലം പൂ വെച്ച് പാട്ടൊക്കെ കേട്ട് എങ്ങോട്ടാണ്? ഞങ്ങളിത് ഞായറാഴ്ച ആയിട്ടുണ്ട്. രാവിലെ കരിമാത്രാമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ വാവിനൊക്കെ ഭയങ്കര പ്രത്യേകതകളുള്ളതാണ്. പക്ഷേ ഞങ്ങൾക്ക് വാവിൻ്റെ അന്ന് പോകാൻ പറ്റിയില്ല. അത് കാരണം ഞങ്ങൾ ഞായറാഴ്ചത്തേക്കിന് മാറ്റി വെച്ചതാണ്. അങ്ങനെ ഞായറാഴ്ച രാവിലെ ഞാനും എൻ്റെ രണ്ടാമത്തെ ചേട്ടത്തി പ്രിയ ചേച്ചി മണി തുമ്മിച്ചനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ദേ അങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. രണ്ട് സൈഡിലും കണ്ടമാണ്. അവിടെ രണ്ട് സൈഡിലും ആമ്പലൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അതുവഴി പോകുമ്പോഴത്തേക്കിന്. അപ്പോൾ അവിടെ അമ്പലത്തിൽ ഈ ടി.എച്ച് എന്ന് പറഞ്ഞ ആളാണ് അവിടെ ഇരിക്കുന്നത്. അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ചൊറിഞ്ഞു പൊട്ടുന്നത് അങ്ങനെയുള്ളതിനൊക്കെ പഴം ജപിച്ച് തരുവും ഭസ്മമൊക്കെ തരും. അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവിടെ അച്ചട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതൊക്കെ മാറും. ഇപ്പം ഞാൻ 3-4 വർഷമായിട്ട് അടുപ്പിച്ച് ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ ഇതേ ഞങ്ങൾ അവിടെ വന്ന്, ഇത് കൈനടിയാണ് കേട്ടോ സ്ഥലം. കൈനടിയിലാണ് ഈ അമ്പലം ഉള്ളത്. അപ്പോൾ അത് ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് അവിടെ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു 10 മിനിറ്റ് നടപ്പുണ്ട്. ഓട്ടോയ്ക്ക് പോയി ഇറങ്ങാം, പക്ഷേ ഭയങ്കര ബ്ലോക്കായ കാരണം ഞങ്ങൾ ഓട്ടോയ്ക്കൊന്നും പോയില്ല. മഴ ഒക്കെ പെയ്ത് ഭയങ്കര വഴിയെല്ലാം അപ്പിടി ചിള്ളയൊക്കെ ആയിട്ട് ഭയങ്കര പാടായിരുന്നു. അങ്ങോട്ടൊന്ന് പോയി കിട്ടാൻ നമുക്ക് നടന്നു പോകാൻ ഭയങ്കര പാടായിരുന്നു. മുഴുവൻ വഴിയെല്ലാം ചെള്ളയായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഈ കണ്ടത്തിൻ്റെ സൈഡിലാണ് കേട്ടോ ഈ അമ്പലം ഇരിക്കുന്നത്. അപ്പോൾ ഈ വഴി സൈഡിലെല്ലാം ഇഷ്ടംപോലെ കച്ചവടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് അമ്പലം. ഭയങ്കര വലിയൊരു അമ്പലമൊന്നുമല്ല, ക്ഷേത്രമല്ല. ഇത് ഒരു ചെറിയൊരു ക്ഷേത്രമാണ്. കരുമാത്ര ക്ഷേത്രം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പം ഇത് ഞങ്ങളവിടെ എത്തി, കാലൊക്കെ കഴുകി. ഇത് ഈ സൈഡിലുള്ള കുളമാണ് കേട്ടോ അമ്പലത്തിൻ്റെ. അങ്ങനെ ഞങ്ങൾ ഇതേ രസീതൊക്കെ എഴുതാനായിട്ട് ചെന്നപ്പോഴേക്കും അവിടെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ വഴിപാടിനുള്ള രസീതൊക്കെ എഴുതിച്ച് പിന്നെ അവിടെ നടയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള തട്ട് വാങ്ങിച്ച്, എണ്ണ, തിരി, കർപ്പൂരം അങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ ആയിട്ടുള്ള തട്ടൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് തൊഴാനായിട്ട് ഞങ്ങളങ്ങോട്ട് പോയി. തൊഴാനായിട്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ. അവിടെ തൊഴാൻ കുറച്ച് ഭയങ്കര തിരക്കായിരുന്നു. ഭസ്മം വാങ്ങിക്കാനും പഴം ജപിച്ച് മേടിക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് അവിടുത്തെ ഭസ്മം. ഈ ഭസ്മമാണ് പിന്നെ ഞങ്ങളൊക്കെ തൊട്ട് അതൊക്കെ വളരെ ശുദ്ധിയോടുകൂടി വേണം നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ടൊക്കെ. അങ്ങനെ ഇവിടെ സർപ്പക്കാവിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ സർപ്പപ്പാട്ട് നടത്തുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ആ സർപ്പപ്പാട്ടൊക്കെ കേട്ടിട്ട് ഞങ്ങൾ ആ സൈഡിലേക്കൊക്കെ പോയി നിന്ന്. തീടല്ലേ ആമ്പലി രാവിലെ ആയാൽ ആമ്പലൊക്കെ വിരിഞ്ഞ് വരുവാണ്. കുറച്ചും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇതുണ്ടല്ലേ നിറച്ചുകൊണ്ട് നല്ല ഇങ്ങനത്തെ റോസ് കളറിലെ ആമ്പലാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഞങ്ങളുടെ ഇവിടെ സ്ഥലമുണ്ട് കേട്ടോ, മലരിക്ക വസന്തം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കാര്യമാണ്. അത് കാരണം നമുക്ക് പിന്നെ പ്രത്യേകിച്ച് കാണുമ്പോൾ ഇതൊക്കെ എപ്പോഴും കാണുന്ന കാരണം പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല. കാണുമ്പോൾ ഒരു ഭംഗിയായിട്ടേ തോന്നുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ട് വെളിയിലിറങ്ങിയപ്പോൾ ഭയങ്കര ബ്ലോക്ക്. വണ്ടി കാരണം ഒന്നാതെ വഴിക്ക് വലിയ വീതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബ്ലോക്ക്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് തപ്പിത്തടഞ്ഞ് വന്ന്. ഇതാണ് ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നപ്പോഴേക്കും കുറേ സമയം നിന്ന് കേട്ടോ. ഞങ്ങളൊരു 1/4 മണിക്കൂർ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ബസ് വന്നത്. പിന്നെ തുമ്പിച്ചനും മണിയൊക്കെ ഓരോ ലേസൊക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ച് ഞങ്ങൾ ബസ്സിൽ കയറിയിരിക്കുവാണ്. എന്നിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഞങ്ങളുടെ ഫ്രണ്ട് സുകന്യയുടെയൊക്കെ വീട്ടിലേക്ക് ഒരു സർപ്രൈസായിട്ട് ചെല്ലുവാണ് കേട്ടോ. അവിടുത്തെ 2-3 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് അവളുടെ വീട്. അപ്പം ഞങ്ങൾക്ക് ശരിക്കും വഴിയൊന്നും അറിയത്തില്ല. സർപ്രൈസ് ആയ കാരണം ഞങ്ങൾ വഴിയൊക്കെ ചോദിച്ച് അവിടെ ഒരു വീട്ടിലൊക്കെ തിരക്കി. അപ്പം അതൊക്കെ നടന്ന് തപ്പിത്തേടി നടന്നു. അങ്ങനെ അവർ പറഞ്ഞൊരു അടയാളമായിരുന്നു, 2ാമത്തെ കടയുണ്ട്, ആ കടയുടെ അവിടെ നിന്ന് ഇടത്തേക്ക് കിടക്കുന്ന വഴിയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആ വഴി കണ്ടുപിടിച്ചു. അങ്ങനെ അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ചു ഗൈസ്, അവളുടെ വീട് ഞങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ അവളുടെ എക്സ്പ്രഷൻ നമുക്ക് കാണാം. സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ വരുന്നത്. ഇതാണ് ഞങ്ങളുടെ താരം സുകന്യ. അവിടെ വർക്ക് കെട്ടിയവരാണ് കേട്ടോ അത്. പിന്നെ ഞങ്ങളുടെ തുമ്പിച്ചിൻ്റെ ഫ്രണ്ടിൻ്റെ എൻട്രി ആയി അവിടെ വന്നിരിക്കുന്നത്. ആൾ കുളിക്കാട്ടൊക്കെ പോയപ്പോഴാണ് ഞങ്ങൾ വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ കല്ലുമ്മ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ട് ഞങ്ങളിതേ വഴി വരെ കൊണ്ടാക്കാനായിട്ടൊക്കെ വരുവാണ്. പിന്നെ ഇത് നീലംപേരൂർ എന്ന് പറയുന്ന ക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ നീലംപേരൂർ പടയണിയൊക്കെ നടക്കുന്നതാണ്. അവിടെ ആ അമ്പലത്തിൻ്റെ ഒക്കെ അതുവഴി നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പ്രിയ ചേച്ചിയുടെ വീട്ടിൽ കയറി. ചേച്ചിയുടെ വീട് ചിങ്ങവനത്താണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചിങ്ങവനത്തും ചെന്ന് ഇതാണ് ഞങ്ങളുടെ ചേച്ചിയുടെ വീട്. അവിടെ കയറി. അവിടെ ഒരു ചെറിയ സാധനമുണ്ട് കേട്ടോ, ഒരു നൊരപ്പനുണ്ട്. അപ്പോൾ അവിടെ അമ്മ അതൊക്കെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. എന്താ കുടുംബയോഗത്തിന് നോട്ടീസുമായിട്ട് അവനെ പറഞ്ഞ് വിട്ടേക്കുമെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ താരം, ചേച്ചിയുടെ ഞങ്ങളുടെ മോനാണ്. അപ്പോൾ അവന് ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അതൊക്കെ കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പി. പിന്നെ അവരുടെ അമ്മ ചോറൊക്കെ റെഡിയാക്കി വെച്ച് രാവിലെ കാപ്പിട്ട് ഉണ്ടാക്കി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ വന്നത്. പിന്നെ ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ തിരിച്ച് ഞങ്ങൾ കോട്ടയത്തോട്ട് പോരുവാണ്. ബസ്സിലൊക്കെ കയറി.
അവിടുന്ന് പിന്നെ പെട്ടെന്ന് ബസ് കിട്ടി കേട്ടോ, വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതേ കോട്ടയത്ത് വന്ന് തിരുവാർപ്പൂസ കയറിയിരിക്കും. ഞങ്ങൾ ആകെ അവശതയായി, തുമ്പിച്ചനാണെങ്കിൽ ഉറങ്ങി. അങ്ങനെ ബസ് എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ തിരുനക്കര അമ്പലം ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ വിട്ടു പോകാൻ പോവാണ് ബസ്സിൽ. അയ്യോ, ഇനി എങ്ങനെയും വീട് ചെന്ന് ശാലന്തരം ഒന്ന് കടന്നാൽ മതി. ഇതാ നേരെ കാണുന്നതാണ് തിരുനക്കര അമ്പലം. അപ്പം ഞങ്ങളുടെ അമ്പലത്തിൽ പോക്കിൻ്റെ കഥ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ ബൈ, ഓക്കെ, സീ യു.